ഞാൻ 2 വർഷത്തിന് മുമ്പ് വരെ കയറാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ അടുക്കള എന്ന് പറയുന്നത്. അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനല്ലാതെ എന്താ ഇന്ന് കഴിക്കാനുള്ളതെന്ന് നോക്കാനല്ലാതെ ഞാൻ കയറി എന്തെങ്കിലും കുക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് തൊട്ട് മുമ്പായിരുന്നു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് വേറെ നോക്കാമെന്നുള്ള രീതിക്കായിരുന്നു റിസൈൻ ചെയ്തത്. കല്യാണം കഴിഞ്ഞൊരു 1 മന്ത് ആയപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പ്രഗ്നൻസിയിൽ ഭയങ്കര വൊമിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് ശരിയെങ്കിൽ കുഞ്ഞ് ആഹാരമൊക്കെ കഴിക്കാറാകുമ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആഹാരമൊക്കെ കഴിക്കാൻ ഒരു 6 മന്ത്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഭയങ്കര മടിയനാണ്, ഒന്നും കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ഫീഡിങ്ങും ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ആശ്വാസം ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്ത് ശരിയെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് പോകാമല്ലോ എന്ന് ഓർത്തു. പക്ഷേ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ കയറുന്നു, ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറുന്നു, തലയും കുത്തി വീഴുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നോക്കാൻ തന്നെ വേണം ഒരാൾ പോരാ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. ജോലി സ്ഥലത്ത് പോയിരുന്നാലും എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവത്തില്ല. ഞാൻ ഉണ്ടെങ്കിൽ പോലും അവൻ എല്ലായിടത്തുനിന്നും വീഴാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുത്തില്ലെങ്കിൽ അവനെ നോക്കാനായിട്ടൊക്കെ പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറ്റബോധവും ഭയങ്കര ബുദ്ധിമുട്ടും, നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ജോലിക്ക് പോകുന്നു, ഞാൻ വീട്ടിലായിപ്പോയി, അല്ല അടുക്കളയിലായിപ്പോയി, ഒരു വീട്ടമ്മ ആയല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നോ അല്ലെ വ്യൂസ് കിട്ടുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എൻ്റെ സമയം ചിലവാക്കാൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പണ്ട് തൊട്ടേ ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത്, എല്ലാം ഫോണിൽ തന്നെ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജയിക്കും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും തുടങ്ങാം എന്നുള്ള രീതിക്കായിരുന്നു ഇരുന്നത്. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, വീഡിയോ എടുത്തു തരാൻ ഒരാളുണ്ടാവത്തില്ല, ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ വീഡിയോയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോരായ്മ നികത്താമല്ലോ. കുറേ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു എല്ലാം പഠിക്കും എന്നുള്ള രീതിക്കാണ് ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീട്ടിലോ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ ഒന്നും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡിന് മാത്രമേ അറിയത്തുള്ളൂ. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിന് വോയിസ് കൊടുക്കുന്നതൊക്കെ ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മയും എൻ്റെ വീഡിയോസിനെ കാണും. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്കൊരു താങ്ക്സ് പറയാൻ. പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് വീഡിയോ എന്ത് കണ്ടൻറ് എടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അടുക്കളയിലാണ്. അപ്പോൾ കുക്കിംഗ് വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് മനസ്സിൽ അന്നേ വിചാരിച്ചതാട്ടോ.